നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. രാഷ്ട്രീയം കോടതിയോട് വേണ്ട. ലാവ്ലിൻ കേസിൽ സർക്കാരിന് തിരിച്ചടി. പിണറായി വിജയനെതിരെ CBI നൽകിയ റിവിഷൻ ഹർജി വേഗത്തിലാക്കണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി തള്ളി. കേസ് പരിഗണിക്കുന്നത് 2 മാസത്തേക്ക് നീട്ടി. സർക്കാർ നൽകിയ ഉപഹർജി അടിയന്തര പ്രാധാന്യമില്ലാത്തത്. 2000 മുതലുള്ള റിവിഷൻ ഹർജികൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നു. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതിയെ ഉപയോഗിക്കരുതെന്നും ഹൈക്കോടതി. നിർണായക പരാമർശം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിണറായിക്കും CPM-നും ആശ്വാസം. മുഖച്ഛായയ്ക്ക് മുഖ്യസ്ഥാനം. യാത്രാനിരക്കും ചരക്ക് കൂലിയും ഉയർത്താതെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകി കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റ്. പ്രധാന പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഇല്ലാത്ത ബഡ്ജറ്റിൽ കേരളത്തിന് നിരാശ. ഉൽപാദനശേഷിയും പ്രവർത്തനക്ഷമതയും ഉയർത്തി വരുമാനം വർദ്ധിപ്പിക്കുക മുഖ്യ ലക്ഷ്യമെന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു. വരുന്ന സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് 1,84,820 കോടി വരുമാനം. 2800 കിലോമീറ്ററിൽ പുതിയ പാതകൾ, അധികവും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക്. 2000 കിലോമീറ്റർ ഇക്കൊല്ലം വൈദ്യുതീകരിക്കും. ചരക്കു നീക്കത്തിന് തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് കൂടുതൽ പാതകൾ. 2020ഓടെ ആളില്ലാ ലെവൽ ക്രോസുകൾ പൂർണ്ണമായും ഒഴിവാക്കും. 100 സ്റ്റേഷനുകളിൽ വൈഫൈ സൗകര്യം. രാജ്യത്തെ എല്ലാ സ്റ്റേഷനുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനം. ട്രെയിനുകളുടെ വേഗത 130 കിലോമീറ്ററിലേക്ക് ഉയർത്തും. വനിതാ കമ്പാർട്ട്മെന്റ് മധ്യഭാഗത്തേക്ക് പുനഃസ്ഥാപിക്കും. സ്ത്രീ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ. 2017-2018 9 കോടി തൊഴിൽ ദിനങ്ങൾ. പരസ്യ വരുമാനം 4 ഇരട്ടിയാക്കും. തിരക്കേറിയ റൂട്ടുകളിൽ രാത്രികാല ഡബിൾ ഡെക്കർ സർവീസുകൾ. കഴിഞ്ഞ കൊല്ലത്തെ ആധുനികവൽക്കരണ നടപടികളുടെ ആവർത്തനമായ ബഡ്ജറ്റിൽ പുതിയ ട്രെയിനുകൾ സംബന്ധിച്ച് പ്രഖ്യാപനമില്ല. കേരളത്തിന് നിരാശ. മോദി സർക്കാരിന്റെ 2ാം റെയിൽ ബഡ്ജറ്റിൽ കേരളത്തിന് നിരാശ. പുതിയ ട്രെയിനുകൾ അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ച ബഡ്ജറ്റിൽ സംസ്ഥാനത്തിന് ലഭിച്ചത് തിരുവനന്തപുരം ചെങ്ങന്നൂർ സബർബൻ പദ്ധതിയും അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടും. തിരുവനന്തപുരം ഡൽഹി യാത്ര 8 മണിക്കൂർ കുറയ്ക്കും. അങ്കമാലി ശബരി പാതയ്ക്ക് 20 കോടി. തിരുനാവായ ഗുരുവായൂർ പാത ഇരട്ടിപ്പിനും കോഴിക്കോട് മംഗലാപുരം ഗേജ് മാറ്റത്തിനും 5 കോടി വീതം. കൊച്ചുവേളി 2ാം കോച്ച് ടെർമിനലിന് 1 കോടിയും നീക്കിവെച്ച് കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റ്. പിളർപ്പിൽ പരിഹാരം തേടി. സീറ്റ് വിഭജനത്തെ ചൊല്ലി കേരള കോൺഗ്രസിൽ കലാപം മുറുകുന്നു. പാർട്ടിയിലെ ഭിന്നത മറനീക്കുന്നതിനിടെ തലസ്ഥാനത്ത് മാണി ജോസഫ് കൂടിക്കാഴ്ച. നിലവിലെ 4 സീറ്റുകൾക്ക് പുറമെ ഫ്രാൻസിസ് ജോർജിനും ആന്റണി രാജുവിനും സീറ്റുകൾ വേണമെന്ന് ആവശ്യം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ എന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ല. അധികം ആവശ്യപ്പെട്ട 2 സീറ്റുകളിൽ PC ജോർജിന്റെ പൂഞ്ഞാറും. അതേസമയം ജോസഫ് വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് മാണി വഴങ്ങില്ലെന്ന് സൂചന. പാലായിൽ മാണി മത്സരിക്കുമെന്നുറപ്പായതോടെ ജോസ് കെ മാണിയെ താൽക്കാലിക ചെയർമാനാക്കാനും നീക്കം. തീരുമാനം നടപ്പിലാവുകയും അധികം സീറ്റ് നിഷേധിക്കുകയും ചെയ്താൽ ജോസഫ് വിഭാഗത്തിന്റെ മുന്നിലുള്ള ഏക പോംവഴി മുന്നണി മാറ്റം മാത്രമാകും. സഞ്ജയ്ക്ക് മോചനം. മുംബൈ സ്ഫോടന പരമ്പര കേസിൽ ജയിൽ ശിക്ഷ പൂർത്തിയാക്കി നടൻ സഞ്ജയ് ദത്ത് മോചിതനായി. ജനപ്രിയ നായകന്റെ മോചനം 42 മാസത്തെ ജയിൽവാസത്തിനു ശേഷം. നേരത്തെയുള്ള മോചനം പക്ഷപാതപരമെന്നാരോപിച്ച് ജയിലിന് മുന്നിൽ പ്രതിഷേധം. 1993 മുംബൈ സ്ഫോടന പരമ്പര കാലയളവിൽ അനധികൃതമായി ആയുധം കൈവശം വച്ചതിന് സുപ്രീം കോടതി ദത്തിന് വിധിച്ചത് 5 വർഷത്തെ ജയിൽ ശിക്ഷ. കാലാവധി പൂർത്തിയാക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെയുള്ള മോചനം ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂർ ശേഷം. നമസ്കാരം.